മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ പൂരോരുട്ടാതിയുടെ കാലും ഉത്രട്ടാതിയും രേവതിയും കൂടിയതാണ് മീനം. അപ്പോൾ ആ മീനത്തിലാണ് നമുക്ക് ഇവിടെ ശനി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനിയെ സംബന്ധിച്ച് 4-ലാണ് വ്യാഴം വന്നത്, 12-ൽ രാഹു വന്നു പോയി, 6-ൽ കേതു ഉണ്ട്. 6-ലെ കേതു നമ്മുടെ ശത്രുക്കൾ എത്രയുണ്ടോ അവരൊക്കെ ഹനിക്കാം. എന്നുവെച്ചാൽ നമ്മൾ തന്നെ അറിയാതെ അവരൊക്കെ നമ്മുടെ മിത്രങ്ങളാവുക, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മേലുള്ള തെറ്റിദ്ധാരണകൾ മാറും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ജന്മശനിയാണ്, നമുക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോഴും നമുക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ജന്മശനിയുടെ സമയത്ത്. പിന്നെ നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമുക്ക് ദേഷ്യത്തിൽ സംസാരിക്കും, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിനൊരു ഇത് വരും. ഇതൊക്കെ ശനിയാണ്, ഇൻസൾട്ടിങ് ധാരാളം തരും. അത് ശനി ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. നിങ്ങളൊരു ശനിയുടെ കഥ കേട്ടിട്ടുണ്ടാവും. എന്ത് ചെയ്താലും ശനീശ്വരന് ഇൻസൾട്ടിങ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസൾട്ടിങ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഏഴര ശനിയാണെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതേപോലെ വ്യാഴത്തിന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴമാണ് നമുക്ക് ഇത്തിരി അനുകൂലമായിട്ട്, 4-ലാണ് എങ്കിലും ഇത്തിരി അനുകൂല അവസ്ഥയാണ്. പിന്നെ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക, അതൊക്കെ ചെയ്താലായിട്ട് ഏറ്റവും നല്ല മാറ്റങ്ങളാണ് നമുക്കിവിടെ വരിക. കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒക്കെ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ സാമ്പത്തികമായിട്ട് തിരിമറികളോ ഒക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് അടയ്ക്കുന്ന പൈസയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വീട്ടിൽ മൊത്തം നമ്മൾ ഒരു ജലരാശിയാണ് മീനം. അപ്പോൾ കുറേ പ്രതിസന്ധികളും, നീര് പോലെയുള്ള വണ്ണം വരും, ശരീരം ഭയങ്കരമായിട്ട് വീർക്കും, അതൊക്കെ നീരായിരിക്കും. അതൊരു ആയുർവേദമായിട്ടൊരു ചികിത്സയൊക്കെ നടത്തി ഒക്കെ മാറുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നന്നായിട്ട് ഏഴര ശനിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, ജന്മത്തിൽ ശനി വന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.